എന്താ മാവാ? എടാ ഗോപികൃഷ്ണ, നോം പറയുന്നത് ശ്രദ്ധിച്ചങ്ങോട്ട് കേൾക്കുക. കണ്ടോ, അങ്ങോട്ടും നോക്കുക. നമ്മുടെ ഉണ്ണിയെ കാണാൻ എന്ത് ഭംഗിയാ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കണേ? കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനുണ്ടോ? അസല് സിനിമാറിനെ പോലെ ഇരിക്കണം. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാ വന്നേ? ഞങ്ങള് 4 പേരില്ലേ? അപ്പൊ എന്റെ ചന്ദ്രകലയെ മറന്നോ? നിന്റെ പിറന്നാളിന് എന്തോ സമ്മാനവും വാങ്ങിയതേ അവിടെ ഇരിക്കണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ ചന്തു? എല്ലാരും അവിടെ നിക്കുമ്പോ നീ എന്താ ഇവിടെ തനിച്ചിരിക്കണേ? നിക്കെന്തോ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? എന്താ ഇത്? ചുംബിക്കേ? ഒരു ബ്രാഹ്മണനോട് ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ചുംബനത്തിന് അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? തന്നോടാ. മൂടില്ല. അങ്ങോട്ട് വരിക. എന്നാ വരിക. അവനാ നിങ്ങളുടെ കഴിവ് മുഴുവൻ പ്രയോഗിക്ക. തവിട് പൊടിയാക്കണവനെ. എന്റെ അമ്മാവൻ സന്തോഷത്താൽ തുള്ളിച്ചാടണം. വിജയിച്ചു വരിക. എന്തൊരു ഇരിപ്പാ ഇത്? ഇപ്പോഴിവിടെ അനങ്ങിയിട്ടില്ലേ? വരിക, പ്രദക്ഷിണം വെക്കാം. നിന്നെ കാത്തിരിക്കായിരുന്നു. പ്രദക്ഷിണ വഴിയിലെ തടസ്സം സൃഷ്ടിക്കാതെ അങ്ങോട്ട് മാറി. കത്തിയെടുത്തെന്തിനാ കാണിക്കണേ? കൊല്ലാനാ? ധൈര്യമായിട്ട് ഓടിച്ചോ. അവര് പറയണ്ട് എന്റെ മോനെ ആരെങ്കിലും രക്ഷിക്കണേ. അവനാണോ? ഒന്നങ്ങോട്ട് നോക്കിയ മുത്തശ്ശി എന്തൊരടിയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് പബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയ കാര്യം? അവൻ തന്നെയാ. എന്താ ഇവന്റെ ഇടിക്കത്ര ശക്തി? വല്ല മാംസാഹാരവും കഴിക്കണ്ടാവോ? ഉണ്ടാവും. ഇല്ലേ? എനിക്കൊരു സംശയം. ഇവൻ എന്റെ മോനാണോ അതോ ഇവനെ പോലെ വേറെടുത്തും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവൻ അവനാ? അതെ. അല്ല. അമ്മ എന്ത് പറഞ്ഞാലും ആണെന്നോ അല്ലയെന്നും പറഞ്ഞു. ആണോ അല്ലയോ? അല്ല. അല്ലേ? അപ്പൊ ഇവൻ എന്റെ മോനല്ലേ? അതെ. അമ്മേനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാം. എടാ ഗോപികൃഷ്ണ, അവന്റെ പണി തീർത്തോ? ഇല്ല, നമ്മുടെ ആൾക്കാർ അവൻ എടുത്തിട്ട് കുമ്മി. അവനോ? അപ്പൊ അവൻ മറ്റവനാണോ? അറിയില്ല. ഇവിടെ അടിയുടെ പൊടിപൂര. ചടപടാന്നുള്ള അടിയാണേ. റൗഡികൾക്ക് പണം കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല അമ്മാവ, പണി കഴിഞ്ഞില്ലേ പണം കൊടുക്കൂ. അവിടെ നീ എത്രയും വേഗം പോന്നോളൂ. പണമെങ്കിലും മിച്ചാവൂലോ? ആയിക്കോട്ടെ അമ്മാവ. തടി തപ്പണതാ ബുദ്ധി. ഒരുപക്ഷെ ഇവൻ അവനാണെങ്കിൽ എന്റെ മോനെവിടെ? മുത്തശ്ശി. അതെ അച്ഛാ, അവൻ ഞാനല്ല, അവൻ വേറൊരുത്തനാ. നമുക്ക് പോയാലോ? അപ്പൊ അന്ന് പബ്ബിൽ വെച്ച് അടിയുണ്ടാക്കിയത് നീ അല്ലേ? അപ്പോ എന്താ നീ ഉദ്ദേശിക്കണേ? അവനാണെന്ന് കരുതിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടെ? എന്റെ പൊന്നമ്മേ, ഈ വേളി മറന്നേക്കാം. ഒന്ന് വെറുതെ ഇരിക്കുചാരി. അന്ന് അവിടെ കണ്ടത് ആരെയാണേലും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാ. എങ്കിൽ ഈ വേളി നടക്കും. വരിക വരെ നോക്കൂ അച്ഛാ, നിങ്ങൾ എത്രയും വേഗം ആരാ നീ? ആർക്ക് വേണ്ടിട്ടാടാ നിന്റെ ഈ വേഷം കെട്ട്? മോനെ, നീ എന്താ അവിവേകം കാണിക്കണേ? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലും ഞാൻ. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.